വീണ്ടും റിവീൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മോട്ടിവേറ്റ് ചെയ്യുന്ന വീഡിയോസ് ധാരാളം പേർക്ക് അനുഗ്രഹമാണ് കേൾക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരണമെന്നുണ്ടെങ്കിൽ, ഉയരണമെന്നുണ്ടെങ്കിൽ, പ്രത്യേക ചില അവസ്ഥകളിൽ നിന്ന് നമുക്കൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നാം ചലഞ്ചസ് ഏറ്റെടുത്തെങ്കിലേ ഒക്കൂ. വെല്ലുവിളികൾ ഏറ്റെടുത്ത് അവർക്ക് മാത്രമേ മുൻപോട്ട് വളരാൻ കഴിയത്തുള്ളൂ. അല്ലാതെ നിൽക്കുന്ന ഒരു വ്യക്തികൾക്ക് ഒരിക്കലും മുന്നേറാൻ കഴിയത്തില്ല. ആ ചലഞ്ചസ് നമ്മെ കരുത്തരാക്കുക, നമ്മളെ പരാജിതരാക്കുക, അത് നമ്മളെ സ്ട്രെങ്ത് ചെയ്യും. ഞാനിപ്പോഴും ഓർക്കുന്നു, ഇപ്പോൾ എനിക്കറിയത്തില്ല എങ്ങനെ ഇത് ഉറപ്പിക്കുന്നത്, തൂണുകളൊക്കെ ഉറപ്പിക്കുമ്പോൾ ചെറുപ്പകാലങ്ങളിൽ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്യുമ്പോഴേ ഒന്ന് കുലുക്കി, ഇപ്പോൾ ഈ ഇരുമ്പ് തൂണുകളൊക്കെ അത് ഉറപ്പിക്കാൻ വേണ്ടി ഒന്ന് ഷെയ്ക്ക് ചെയ്ത്, അപ്പം ചിലത് നമ്മുടെ ചാക്കുകളിലൊക്കെ ചിലത് നിറയ്ക്കുമ്പോൾ ഒന്ന് അത് അമർത്തി കുലുക്കി എന്ന് വേദസ്ഥലൊരു വാക്കൊക്കെ ഉണ്ട്, കവിയുന്ന അളവെന്നൊക്കെ പറയും. ഇതെല്ലാം ഇത് ചെയ്യുന്നത് നമ്മളെ കരുത്തരാക്കാൻ. അത് നമ്മൾ മുൻപോട്ട് പോകുന്ന ചലഞ്ചസിനെ നമ്മൾക്ക് ഏറ്റെടുത്ത് മുന്നേറണമെങ്കിൽ അത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത് അനുവദിക്കും. വേദപുസ്തകത്തിലെ നമുക്ക് കാണാൻ കഴിയും, ജോസഫ് എന്നൊരു മനുഷ്യനെ ആ സഹോദരന്മാരുടെ എതിർപ്പാണ് താൻ വളരാൻ കാരണമായത്. ആ എതിർപ്പുകൾ ആ സ്വപ്നത്തിനെതിരെ തന്നെ പൊട്ടക്കല്ലിടുന്നു, പിന്നീട് ഒത്തിരി പ്രലോഭനങ്ങളെ കൊണ്ടുപോകണം. അവിടെയെല്ലാം ആ മനുഷ്യൻ തളരുകയല്ല, കരുത്തരാകും. ഞാനതിൻ്റെ ഉദാഹരണം പറയാം. നമ്മൾ പെട്ടെന്ന് ചില ചലഞ്ചസ് ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് അതൊരു ഭാരമായി, അല്ലെങ്കിൽ നമുക്കതിനെ ഒരു വേദനയായി, അല്ലെങ്കിൽ നമുക്കതൊരു ഭയം നമുക്കത് നേരിടും. പക്ഷെ നമ്മളതിനെ നേരിടുമ്പോൾ അടുത്തതിലേക്ക് നമ്മൾ ചാർജാകും. അടുത്ത വിഷയങ്ങളെ വെൽക്കം ചെയ്യാൻ തന്നെ നമ്മുടെ മനസ്സ് തയ്യാറാകും. അവിടെ ഒരുക്കപ്പെടുകയാണ്. അവിടെയാണ് ദൈവം നമ്മളെ ഒത്തിരി കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുക. അതാണ് അനുഭവം ഗുരു എന്ന് പറയുന്നത്. അപ്പം അതിന് എനിക്ക് പറ്റത്തില്ല, പ്രതിസന്ധികളൊന്നും വേണ്ട, പ്രതികൂലങ്ങളൊന്നും വേണ്ട, എനിക്ക് വളരണമെന്നൊരാൾക്ക് പറയാൻ പറ്റില്ല. യേശു തന്നെ പറയുന്ന വാക്കുണ്ട്, ലോകത്തിൽ നീ കഷ്ടമുണ്ട്, എന്നാൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കഴുകനെ തന്നെ നമ്മൾ എടുത്ത് നോക്കി. കഴുകൻ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ അതിലേക്ക് കൊണ്ടുവരുന്നത്? താൻ ആ കൂട് പൊളിച്ച് ആ വലിയ ഉയരത്തിൽ നിന്ന് ആ കുഞ്ഞുങ്ങളെ പറക്കാൻ പരിശീലിപ്പിക്കുക. അതുവരെ തീറ്റി കൊടുത്ത, അതുവരെ കരുതിയ ആ മാതാവ് അല്ലെ പിതാവ് എന്താ ചെയ്യുന്നതെന്ന് ആ കഴുകന് ചിന്തകൾ വരും. പക്ഷേ അന്നേരമാണ് അവൻ്റെ ചിറകുകൾ പറക്കാൻ, വീണ്ടും അതിനെ താങ്ങി, വീണ്ടും കൈവിടും, വീണ്ടും താങ്ങി, അങ്ങനെയാണ് കരുത്തരാകും. അപ്പോൾ ബട്ടർഫ്ലൈ ഉണ്ടാകുന്ന പോലെ തന്നെ വേദനയിലൂടെ ആ ഒരു പ്രോസസ്സുണ്ട്, നമ്മൾ കടന്നുകൊണ്ട പ്രോസസ്സുണ്ട്. അത് ദൈവം നമ്മെ അനുവദിക്കുന്നത്. അങ്ങനെയാണ് നാം കരുത്തരാകുന്നത്. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, പൊളിറ്റിക് ഫീൽഡിലൊക്കെ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന ലെവലിൽ ആദ്യം ചിലപ്പോൾ അവർ ചെറിയൊരു സെക്രട്ടറി ആയിരിക്കും, അല്ലെങ്കിൽ ചെറിയ ലെവലിൽ, പിന്നെ MLA, മിനിസ്റ്റർ, ആ ലെവലിലൊക്കെ വരുമ്പോൾ അവർ ആദ്യ കാലങ്ങളിൽ അവരായിരുന്ന ചിലപ്പോൾ ഒരു ഏറിയ ലീഡറായിരിക്കും. അതിലെ ഉത്തരവാദിത്തങ്ങൾ അവർ വഹിച്ച് സോൾവ് ചെയ്ത് അങ്ങനെ അതിലേക്ക് അവർ കരുത്തരായതുകൊണ്ടാണ് വീണ്ടും വലിയ കാര്യങ്ങൾ വരുമ്പോൾ അത് ചെയ്യാൻ അവരെ പ്രാപ്തരാകുന്നത്. ആ സിസ്റ്റം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിലും. അവിടെ നമ്മൾക്ക് അവിടെ ക്ഷീണിക്കില്ല. ആദ്യം നമുക്ക് ക്ഷീണിക്കുന്ന പോലെ തോന്നും. പക്ഷെ നമുക്ക് വീണ്ടും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവും അതിനുവേണ്ടി തയ്യാറെടുക്കുക. അങ്ങനെ തയ്യാറെടുത്താൽ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ചലഞ്ചസിനെ വെൽക്കം ചെയ്യും. വേദോസിൽ വേറൊരു വാക്കുണ്ട്, വിവിധ പരീക്ഷകൾ നിങ്ങൾ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരതയുളവാക്കെന്നറിഞ്ഞ് അശേഷം സന്തോഷമെന്നത് എണ്ണിക്കൊള്ളുകയും. അതെല്ലാം നമ്മളെ കരുത്തരാക്കും. ഞാൻ പല കാര്യങ്ങളും എൻ്റെ ജീവിതങ്ങളിൽ ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ പിന്നെ നമുക്ക് രണ്ടാമതിനെ ഫേസ് ചെയ്യുമ്പോൾ നമുക്കതിനെ ധൈര്യത്തോടെയാണ്. നമ്മൾ ഈ ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ആദ്യം എടുക്കുന്ന ഇപ്പോൾ ഒരു 10 കിലോ നമുക്ക് ആദ്യം വരുന്നവർക്ക് ഒരു ഭാരമായിട്ട് തോന്നും. അന്നൊരു 20, 30, 50 കിലോ ഒക്കെ ബെഞ്ച് പ്രസ് അല്ലെങ്കിൽ മറ്റേ വിങ്സിനൊക്കെ അവരെടുത്ത് കഴിയുമ്പോൾ പിന്നെ അവർക്ക് ആ 5 കിലോ 10 കിലോ എന്ന് പറഞ്ഞാൽ വെറും ഈസിയായിട്ടാണ് പൊക്കുന്ന പോലെ, ചുമ്മാ ഒരു കരിയിലെ പൊക്കുന്ന പോലെ തോന്നും. അതാണ് നമ്മുടെ ആ ജീവിതത്തിന് ദൈവം വെച്ചിരിക്കുന്ന ക്രമമാണ്. അങ്ങനെ നമുക്ക് ഫേസ് ചെയ്യാൻ. അതായത് എനിക്കിതൊന്നും വേണ്ട, ചെറുകണ്ടിൽ വളരെ ആ കംഫോർട്ട് സോണിൽ തന്നെ നിൽക്കുന്നവരോട് അവർക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അവർ ശാന്തരാണ്, അവർ വിനയാതീതരാണ്. അവർ
മതി, ഞാനിങ്ങനെയൊക്കെ പോകും, മതി, ആരെയും പിണക്കാതെ, ആരെയും ഒന്നും പറയാതെ. അങ്ങനെ പറ്റത്തില്ല. നമ്മൾ ആരെയും പിണക്കണ്ട. പക്ഷെ നമ്മൾ മുന്നേറുമ്പോൾ ചില മണ്ഡലങ്ങളിൽ നോ നോ എന്ന് പറയേണ്ടി വരും, യെസ് യെസ് എന്ന് പറയേണ്ടി വരും. എല്ലാവരെയും പ്രസാദിപ്പിച്ചൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് വേദപുസ്തകത്തിൽ പൗലോസ് പറയുന്നത് മനുഷ്യരെ എന്ന് പ്രസാദിപ്പിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ ദാസനായിരിക്കത്തില്ല. അപ്പോൾ നാം പ്രസാദിപ്പിക്കേണ്ടത് നാം ആയിരിക്കുന്ന ഏത് മണ്ഡലങ്ങളിലാണ്. ദൈവവുമായിട്ടുള്ള ബന്ധമാണെങ്കിൽ ദൈവം, അല്ലെ നാം ആയിരിക്കുന്നത്, അത് നമ്മൾ പ്ലീസ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ നാം കരുത്തരാകും. അപ്പോൾ വെല്ലുവിളികളൊന്നും നമ്മെ തകർത്ത് കളയാനല്ല, വെല്ലുവിളികൾ മുൻപോട്ട് പോകാൻ. വേദപുസ്തകത്തിൽ ദാവീദുണ്ട്. ആദ്യം ചെറിയ തൻ്റെ സാക്ഷ്യമുണ്ട്. തൻ്റെ മേൽ തന്നെ രാജാവായി അഭിഷേകം ചെയ്ത് കഴിയുമ്പോൾ താൻ പറയുന്നുണ്ട്, ഒരു ദിവസം കരടി വന്നു, ഒരു ദിവസം സിംഹം വന്നു, താൻ അതിനെ അടിച്ചു കൊന്നു. തൻ്റെ സാക്ഷ്യം പിന്നീടാണ് ദൈവം തന്നെ മല്ലൻ്റെ മുമ്പിൽ നിർത്തുന്നത്. ഇതെല്ലാം ജീവിതത്തിലേക്ക്, അതാണ് വളർന്ന് നമ്മൾ അവിടെ അതിനെ നമ്മൾ വെൽക്കം ചെയ്യുന്നു. നമുക്ക് നാളെ ഏത് വിഷയങ്ങൾ വന്നാലും നമുക്ക് അപ്പോൾ ദൈവം നമ്മളെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുക, എങ്ങനെയാണ് നമ്മൾ മൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ജീവിതത്തിൽ ഈ മെസ്സേജ് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് ജീവിതത്തിൽ ഇതൊരു പാഠമായിരിക്കും. അവിടെയൊന്നും ഭയപ്പെടരുത്. ആദ്യം ഒരു ഭയമൊക്കെ തോന്നും. ഈ കഴുകൻ്റെ കൂട് പൊളിക്കും, ആദ്യവും അമ്മ എന്നെ കൈവിടും, ആദ്യമൊക്കെ നമുക്ക് തോന്നുന്നത് എന്തുവാന്ന് തോന്നും. പക്ഷേ അവിടെ നമ്മൾ ഓട്ടോമാറ്റിക്, പ്രത്യേകിച്ച് ദൈവവുമായിട്ടൊരു ബന്ധമുള്ള വ്യക്തിയാണ്, പിന്നെ ഏത് കാര്യങ്ങൾ ഈസിയായിട്ട് ആമേൻ അതിനെ ഈസിയായിട്ട് കണ്ടുകൊണ്ട് മുന്നേറാൻ നിങ്ങൾക്ക് കരുത്ത് വരുന്നില്ല. ആ കരുത്ത് ഞാൻ ശാരീരിക കരുത്തെന്നല്ല പറഞ്ഞു, മനസ്സ് നിങ്ങളുടെ അതിന് തയ്യാറാകും. അതാണ് മനസ്സൊരുക്കമുണ്ടെങ്കിൽ. ചില പറയത്തില്ല, എനിക്ക് ആ ഒരു വർക്ക് ചെയ്യാൻ എനിക്ക് മനസ്സുണ്ട്, മനസ്സെന്നെ അനുവദിക്കുന്നില്ല. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്, വലിയ തൂക്കമൊക്കെ വലിയ വെയിറ്റൊക്കെ ചുമന്ന ചില വ്യക്തികളെ കാണും, വീർക്കൽ പോലെ. പക്ഷെ അവരുടെ മനസ്സത് വില്ലിങ്. എന്നുവെച്ചാൽ എത്ര ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞാലും എനിക്കത് പറ്റത്തില്ല എന്നൊരാൾ പറഞ്ഞാൽ പറ്റത്തില്ല. അതാണ് കുളക്കരയിൽ 38 സംവത്സരം കടന്ന മനുഷ്യനോട് യേശു വയ്ക്കുന്നത്, മനസ്സുണ്ട് എന്ന് പറഞ്ഞാൽ ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരാനായിട്ട് നീ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മനസ്സ്. അങ്ങനെയാണ് നിന്നെ പുറത്ത് കൊണ്ടുവരാൻ. അങ്ങനെ ഏതെങ്കിലും ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആ കടന്നു പോകുന്ന എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയായി പക്ഷെ അതിനകത്തുനിന്നൊരു അനുഭവം നിങ്ങൾ പഠിച്ചില്ല, അതിനകത്തുനിന്ന് ചില കാര്യങ്ങൾ ദൈവം നിങ്ങളെ പഠിപ്പിച്ചില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളതിനെ വെൽക്കം ചെയ്തുകൊണ്ട് ഏതിനെയും ചലഞ്ച് ധൈര്യത്തോടെ മുന്നോട്ട്, എല്ലാം നിങ്ങളുടെ മുമ്പിൽ തോന്നും. ഇനി രോഗമായിക്കോട്ടെ, ക്യാൻസർ ആയിക്കോട്ടെ, കടഭാരമായിക്കോട്ടെ, വേദനകളായിക്കോട്ടെ, എല്ലാം നിങ്ങളുടെ മുമ്പിൽ തോന്നും. ഒന്നിനും നിങ്ങളെ കവിയാൻ കഴിയത്തില്ല, അനുവാദമില്ല. ആ ചെറിയ ഫേസ് ചെയ്യുന്ന ഓരോ തടസ്സങ്ങളും, ഓരോ തിരമാലകളും, ഉയർന്നു വരുന്ന ഓരോ കൊടുങ്കാറ്റുകളും കഴുകനെ, ആ കാറ്റാണ് കഴുകനെ വികായസിൽ പറക്കാൻ കരുത്തേകുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് അനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് മറക്കാം.